ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ KSRTC ബസ്സും കൊണ്ടാണ് ഗൈസ്. നമുക്കിന്ന് ഈ ഒരു ഓഫ് റോഡ് മാപ്പിൽ കൂടിയാണ് പോകേണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം സിയാനെ ഞാൻ മിണ്ടാടിക്കടാ ഗൈസ്. അന്ന് സിയാൻ ഇവിടെ അന്ന് ഞങ്ങൾ തിരിച്ചു പോയപ്പോഴേ ജസ്റ്റ് ഒന്ന് കൊക്കയിലായിട്ട് കാറ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേടിയിലാണ് സിയാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞോണ്ടിരിക്കണം അല്ലേ സിയാനെ? അയ്യോ വണ്ടിയുടെ അടി തട്ടിയാ ഗൈസ്. ഈ മാപ്പ് നമുക്ക് എങ്ങനെയായാലും കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ ഗൈസ്. 1 സബും കൂടി കിട്ടിയാൽ മതി അല്ലേ? അത് തന്നെ, റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കണേ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം റോഡൊന്ന് ശരിയാക്കാൻ അല്ലേ? ഒരു സബ്സ്ക്രൈബ് ഗൈസ്, അത് നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും ഗൈസ് അല്ലേ? ഈ കയറ്റം കയറാൻ സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെ, ആനവണ്ടി കുഞ്ഞിക്കയറ്റം കയറില്ല, അതൊരു ഭയങ്കര കഷ്ടമാണ് ചെയ്യാൻ. സ്പീഡ് വന്നിട്ട് ഒറ്റ ഗിയർ ഇട്. സ്പീഡ് വന്നിട്ട് ഒറ്റ ഗിയറില്ല പോണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗിയർ വണ്ടി കയറ്റാൻ പോലും കയറി വളച്ചും വളച്ചും കയറൂലടാ വണ്ടി. ആ കാറ് കാണാൻ അവിടെ കിടക്കണുണ്ട്. നീ ഇറക്ക്, താഴത്തേക്ക് ഇറക്ക്. വണ്ടി ബ്രേക്ക് പിടിച്ച് ഗൈസ്. ഇതെങ്ങനെ നമുക്ക് കയറ്റണം? ചേട്ടാ ഒന്ന് മാറി കുഞ്ഞിക്കണ്ട. ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി ബാക്കാട്ട് പോണേ. അതിൻ്റെ ഇടയിൽ ആ മറ്റേ വണ്ടിക്കാരൻ എൻ്റെ പൊന്നോ സീനാണല്ലേ ഗൈസ്. വണ്ടി റിവേഴ്സായി പോയി. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മൂഞ്ചി പരിപാടി ഒന്നും കൂടി നമ്മൾ മൂഞ്ചിപ്പിക്കാൻ പോണേണ്. വണ്ടി ഇങ്ങനെയൊക്കെയുള്ളത് ഇനി പോണ റിവേഴ്സ് എടുത്ത് ഗൈസ് വണ്ടി ഡ്രിഫ്റ്റായി പോകേണ്ടതായിട്ട് ഒടുക്കത്തെ അമ്മാതിരി കയറ്റവും ചെളിയാണ് ഗൈസ്. ഈ മാപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരൂല അല്ലേ ചെയ്യാനേ ഗൈസ്. നമുക്ക് ട്രിക്ക് ഇട്ട് കയറ്റാൻ പറ്റുമോ നോക്കാം. കയറണുണ്ട് ഗൈസ് പയ്യനെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ കള്ളന്മാരെ? കൊച്ചു കള്ളൻ അല്ലേ? ഇച്ചിരി ഒച്ചേക്കടാ. ഇച്ചിരി കൂടി ഇതെന്താ പട്ടി പോണ ഗൈസ്? അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി കയറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടിയുടെ മിറർ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട ഇപ്പൊ അല്ലേ ചെയ്യാനേ? വണ്ടി അത് ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറായി പോലെ ജന്മനാ കിട്ടിയ കഴിവാണേ. നീ പൊട്ടിക്കണ്ട, നീ പൊട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടി കയറാൻ കൂടിയില്ല ഗൈസ്. ഇതെന്തായാലും കയറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം കയറ് ഗൈസ്. ഇതിൻ്റെ അടി ചേടാ മര്യാദ സൈഡിൽ കൂടി കയറ്റിയാൽ മതിയായിരുന്നു ഗൈസ്. ഇതെങ്ങനെയും നമ്മ എങ്ങനെ കയറ്റും? ഇത് നമ്മൾ സൈഡിൽ കൂടി വണ്ടിയൊക്കെ ചെറുത്. നമ്മുടെ KSRTC ആണ് ബ്രോ ഗൈസ്. നമുക്കപ്പോൾ റിവേഴ്സ് എടുത്തിട്ടൊന്ന് നോക്കാം. അതൊക്കെ ഇനിയിപ്പോൾ നടക്കുള്ളൂ ഗൈസ്. കുറേ കാക്കകളുണ്ട്. ആ വൃത്തിയായിട്ട് കാക്കയുടെ കൈ കെട്ടിക്കാൻ അടിച്ച് പറ്റിച്ചു കൊടുത്താണ് അല്ലേ ചെയ്യാൻ? അതൊക്കെ എന്തെങ്കിലും ആട്ടെ. വാ നമുക്ക് റിവേഴ്സ് ഇങ്ങനെ എടുത്ത് കയറ്റാം. അതൊക്കെ നടക്കുള്ളൂ ഗൈസ്. വണ്ടി എന്തായാലും പൊളിയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അല്ലേ? ശരി മിണ്ടാണ്ടിക്ക് ഫാവൻ്റെ ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മ ഇടിച്ചാലാസിനും പൊളിച്ചു വരെയും കൊണ്ടു. അവര് പാവങ്ങളല്ല ഗൈസ്. നമുക്ക് ഇനി സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോവാം. അതൊക്കെ നടക്കുള്ളൂ ഇപ്പം ഗൈസ്. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ റിവേഴ്സ് എടുത്ത് വണ്ടി പോണ കാണുന്നത് അല്ലേ? അങ്ങനെ പോണല്ല, ഇങ്ങനെ ഓടിച്ചോണ്ട് പോണത്. എടാ അങ്ങനെ നമുക്ക് റിവേഴ്സ് ഈ മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയാലേ? ഇങ്ങനെ കൊണ്ടു, പക്ഷേ മാത്രമേ ഇടാൻ പറ്റൂല. റിവേഴ്സ് സൈഡ് പറ നേരെ എടുത്തോ? നേരെ കാട്ടിലാണ്. നേരെ എടാ മിറർ ഇല്ലാത്തോണ്ട് മര്യാദ കാണാനും പറ്റണം. നേരെടുത്തോ. ഓക്കെ, വളച്ചോ റൈറ്റ് ലെഫ്റ്റ്. ഇപ്പൊ ഈ മറ്റേ സ്റ്റിയറിംഗ് ഒക്കെ അപ്പുറത്തോണ്ട് വെക്കേണ്ട അവസ്ഥ. ഇവിടെ വെച്ച് വളച്ചാലോ? വളച്ചോ ഓക്കെ ഗൈസ്. നമുക്ക് ഇവിടെ വെച്ച് വളച്ചറുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി വണ്ടി പൊളിക്കാൻ കയറ്റേണ്ട സമയമായിട്ടില്ല അല്ലേ? ഓ മൈ ഗോഡ് ഗൈസ്. ഇവിടെ മൊത്തം മുങ്ങിയെന്നില്ല. അത് പേടിക്കണ്ടല്ലോ, അത് വേണം ഗൈസ്. നമുക്ക് നോക്കാം വണ്ടി മുങ്ങുവായി. എടാ ഇപ്പൊ തന്നെ വണ്ടിയുടെ പകുതിയല്ലേ? അത് നമ്മ ഉള്ളി കേറി ചെറുതായിട്ട് നീ എടുക്ക് ഗൈസ്. ഉള്ളി വെള്ളം കേറി വണ്ടി ഓഫായി പോയി. എടാ കണ്ട വെള്ളം ഇറങ്ങി ഗൈസ്. ഇപ്പൊ ഇച്ചിരി കയറിയുണ്ട് ഗൈസ്. വണ്ടി ഓഫായി പോയി പകുതിക്ക്. സ്വിമ്മിംഗ് പൂളായാലോ
മാക്സിമം കണ്ട ബസ്സിലില്ലാത്ത സാധനം ഞാൻ സിയാന് വെച്ചു കൊടുത്ത് ഞാൻ നന്ദി ഉണ്ടാവാ അതിന്റെ അപ്പൊ guys, നമുക്ക് ഇത് നടക്കൂലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഒന്നും കൂടി റിവേഴ്സ് വരാം അല്ലേ സിയാന് അപ്പൊ എന്റെ ഫ്രണ്ട് ബാക്ക് ഭാഗമല്ലേ മുങ്ങ അപ്പൊ നീ ഫ്രണ്ടിൽ കയറിയോ ഫ്രണ്ട് അപ്പൊ ഗൈസ് നമുക്കിത് കുടുങ്ങിയാന്നൊരു ഡൗട്ട് ഓ മൈ ഗോഡ് മരം മയമായേ എടാ ഫേക്കാണ് പേടിക്കണ്ട എന്നാലും നമുക്ക് ഫേക്കിംഗ് മരം അയ്യോ ഗൈസ് ഇപ്പോഴത്തെ ആയിരുന്നു പുഴ പക്ഷേ ഇപ്പോഴത്തെ ആയിരുന്നു റോഡ് ഞാൻ ഇപ്പൊ നേരെ ഇറക്കിയത് പുഴയിലാട്ടായിരുന്നു ഫ്രണ്ട് മുങ്ങി സ്റ്റിയറിംഗ് മുങ്ങി അയ്യോ ഓക്കെ ഗൈസ് അങ്ങനെ നിന്നറുണ്ട് പോടാ കാക്കേ അപ്പൊ ഗൈസ് നമുക്ക് ഇനി നമുക്ക് നേരെ അപ്പൊ ഗൈസ് കാക്കേനെ ചെയ്യാൻ പറഞ്ഞു വിട്ടാണ് നല്ല വിദ്യ അവൻ്റെ അപ്പൊ ഗൈസ് അയ്യോ സിയാനെ എടാ സൈഡ് നോക്കിയടാ ഏതോ ഒരു അപ്പാപ്പൻ ബാക്കിലുണ്ടെന്ന് തോന്നുന്നു വണ്ടിക്ക് പേടിച്ചു പോയിട്ടാ നമ്മ കണ്ടിട്ട് അയ്യോ മരം റോഡ് ഇപ്പ കേറ്റ എന്റെ പൊന്നു ഗൈസ് പെട്ട് അതാകുമ്പോ ഈ ട്രാഫിക് അവിടെ പോയി കഴിഞ്ഞാൽ ടയർ ഇടേ പോടാ അപ്പൊ മരം ഒടിഞ്ഞു പോയിക്കണതായി ഫ്രണ്ടിൽ കിടക്കണ വണ്ടി പോകേണ്ടി വരും നമ്മ ഇവിടെ നിന്ന് റിവേഴ്സ് പോകാത്ത കേറി കണ്ട ഗൈസ് റിവേഴ്സ് വണ്ടി നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകാൻ സൈഡിൽ കൂടി പോയാൽ പോരെ നേരെ പോയിക്കണ ഗൈസ് മൊത്തം വെള്ളം വണ്ടിയൊക്കെ കഴിക്കും നേരെ പോടാ മൊത്തം ബ്ലോക്കാടാ നീ കണ്ടില്ലേ ഇവിടെ ഇത്തിരി വെള്ളം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ് പ്രശ്നം വേറൊരു സീനും ഇല്ല ഗൈസ് നമുക്ക് റിവേഴ്സിൽ തന്നെ പോകാം അതായിരിക്കും സേഫ് വലിയ കയറ്റമൊക്കെ നമ്മുടെ ആന വണ്ടി കയറിയൊന്നുമില്ല അല്ലേ 15 പോയി മാപ്പ് കഴിഞ്ഞ് പോകും പക്ഷെ അത് ഗൈസ് വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും കേട്ടോ അല്ലേ അപ്പൊ ഗൈസ് നമുക്ക് ഇനി നേരെ ഇവിടെ നിന്ന് പോവാം ഗൈസ് സിയാനെ കാണാനില്ല നീ സീറ്റിൻ്റെ അടിക്കറിയുന്ന പേടിച്ചിട്ട് സിയാൻ ഇപ്പൊ വെള്ളം വരും വണ്ടി മുങ്ങിപ്പോവും ഓ നല്ല വൈബാട്ടാ ഗൈസ് മഴക്കാരും കൂടി വന്ന് മഴയും പെയ്തു പക്ഷെ ചില്ലിലൊന്നും വെള്ളം വീഴണില്ല എന്താന്നാവും അത് ശരിയാണേ ഗൈസ് ചില്ല് പൊട്ടിക്കണേന്ന് തോന്നട്ടെ അയ്യോ ഞാൻ വിചാരിച്ച അടിയിൽ വല്ല വണ്ടിയായാലും ഉണ്ടെന്ന് ഇച്ചിരി സൈഡിലാട് നീക്കണോ അല്ലേ അടി തട്ടി അത് ഇവിടെ ഒരു ഇങ്ങനെ ഗൈസ് മലയുള്ള പോലെ മല ഉണ്ട് അതാണ് പ്രശ്നം പറ്റിയത് കുഴപ്പമില്ല അതാ ഇങ്ങനെ പോകാത്ത ഗൈസ് അടി തട്ടിയിട്ടില്ല ദേ നോക്ക് അവർക്ക് അടി ദേ പോയടാ ഇപ്പൊ ചവിട്ടി കിട്ടു വളി അയ്യോ ബസ് മുങ്ങിയ അയ്യോ ഞാൻ മുങ്ങിപ്പോയേ നീ ഇപ്പൊ എവിടെ എത്തി നീ ബാക്കി കയറിയ ബാക്കിലാതാ കിട്ടൂല എന്തിന് വീഡിയോ ആഹാ ഫേസ് റിവീൽ ഉണ്ട് 100 സബ്സ്ക്രൈബർ ഫേസ് ക്യാമറ ഫേസ് റിവീൽ അല്ല ഫേസ് റിവീൽ അപ്പൊ ഗൈസ് നോക്കത് ഇത് കുത്തനുള്ള ഗൈസ് വണ്ടർല റൈഡ് ആട്ടെ ഇതൊക്കെ കയറ്റോ ഇറക്കമുണ്ട് അല്ലേ ഇങ്ങനത്തെ റൈഡ് വേണമെങ്കിൽ നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഞാൻ കൊണ്ടുപോകാം നിങ്ങളല്ലേ എടാ മലയെ കൂടി കൊണ്ടുപോകണോ വെള്ളത്തിൽ കൂടി കൊണ്ടുപോകണോ ഗൈസ് മലയെ കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വണ്ടി എടാ വണ്ടി എടാ സിയാനെ ഡ്രിഫ്റ്റ് ആയി പോയി വണ്ടി വെള്ളത്തിലാട്ട് വീട്ടിൽ എടാ മുങ്ങി എന്റെ തല മുങ്ങി ഞാൻ വിചാരിച്ചെങ്കിൽ തല മുങ്ങിയെന്ന് ഗൈസ് അപ്പൊ ഗൈസ് സിയാൻ അവിടെ നിന്ന് ഒരു എമ്പക്കൊക്കെ വിട്ടാറുണ്ട് നീ എന്താടാ കഴിച്ചാ എടാ നീ മറ്റേ ചിപ്സ് എടുത്ത് കഴിച്ചാ ചിപ്സ് പൊറോട്ട എടാ ചെക്കാ നീ പരിപാടി കാണിച്ചാ അപ്പൊ ഗൈസ് നമുക്ക് ഇങ്ങനെ തന്നെ റിവേഴ്സ് എടുത്ത് തന്നെ പോവാം ചെയ്യുമ്പോണ്ടാണിക്കോ ബ്രോ ഞാൻ എന്റെ സബ്സ്ക്രൈബറോട് സംസാരിച്ചോട്ടെ ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ വായം കൂട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഗൈസ് മൊത്തം പണിയാട്ടോ ഗൈസ് മൊത്തം വെള്ളവും ചെളിയൊക്കെയാണ് അല്ലേ സിയാനെ ഇനി വണ്ടിക്കോ ഇനി സീനില്ല ഇവിടെ ആഴമുണ്ടോ സിയാൻ ആഴം ഇല്ലെന്ന് തോന്നുന്നു പേടിക്കണ്ട നീ ഒളിച്ചൊന്നും നിൽക്കണ്ട ഓക്കെ സീനില്ല ഓക്കെ സീനുണ്ട് സൈഡ് മുങ്ങി ഓക്കെ ഗൈസ് ടയർ ചെറുതായിട്ട് മുങ്ങി ബാക്കില്
അയ്യോ ചക്കര കറങ്ങണില്ലേ എടാ റിവേഴ്സിൽ തന്നെ പോണ ഫ്രണ്ടിൽ കൂടി പോണാ ഫ്രണ്ടിൽ കൂടി പറപ്പിച്ചിടത്തേക്ക് കയറിടാ പെട്ടെന്ന് കയറും ഗൈസ് ഇപ്പൊ പെട്ടെന്ന് കയറുന്നൊക്കെയാണ് ചെയ്യാൻ പറയുന്നത് സൈഡിൽ ബ്രേക്ക് ഇട്ടാ പിന്നെ കുറേ ഗൈസ് ആക്ക് ഇവിടെ റെസ്റ്റിംഗ് സ്ഥലം ഉണ്ട് ഗൈസ് അക്കുവൊക്കെ ആടി കളിക്കൊണ്ടല്ലേ ഫ്രണ്ടിൽ കാണുന്നത്. നേരെ പോയി നോക്കാം നമുക്ക് ഈ വഴിയല്ല മറ്റേത് ഏതാണെന്ന് എനിക്കറിയാം. മറ്റേത് നമ്മ ഫസ്റ്റ് ഒരു പാലം വഴി വളച്ചെടുത്താ ആ വഴിയിലാട്ടെത്തും. അപ്പൊ നമ്മ തിരിച്ചു പോവും. നമുക്ക് ഫ്രണ്ടിലോട്ടാ പോകേണ്ടത്. പക്ഷെ ഫ്രണ്ടിൽ ഏതോ ഒരു അപ്പാപ്പം കിടക്കാൻ സൈഡിൽ കൂടെ ഫ്രണ്ടിൽ ഏതോ ഒരു വണ്ടി ആക്സിഡന്റ് ആയി കിടക്കാൻ അടി തട്ടിക്കണേന്ന് തോന്നാൻ. നമ്മളപ്പോ എങ്ങനെ പോകും ഇനി? നമ്മളെ അടി തട്ടി നമ്മുടെ ബസ്സിന്റെ അടി പൊക്ക സീനായി എടാ നിക്ക് സൈഡ് സൈഡ് ഉണ്ടല്ലേ. സൈഡിൽ കൂടെ നേരത്തെ വണ്ടി പോണില്ല. അതാണ് എടാ നമ്മുടെ ലൈറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ലൈറ്റ് എന്താ ഇനി അത് ലൈറ്റ് ഒന്നും ഇല്ല, പേടിക്കണ്ട ഗൈസ്. അപ്പൊ നമുക്ക് ആ വണ്ടിക്കാണെങ്കിൽ തള്ളി നീക്കാണ്ടൊന്നും നടക്കൂല. ഇത് നമ്മുടെ തള്ളിക്കാല് നമ്മുടെ വണ്ടി പോവില്ലല്ലോ. നമുക്കല്ലെങ്കിൽ റിവേഴ്സ് എടുക്കണം ഇവിടെ നിന്ന്. ഈ സൈഡിൽ കൂടി എടുക്കാൻ ആ വണ്ടിക്കാരൻ എങ്ങനെയാലും പോണോടാ. അയാളെങ്ങനെയാലും പറഞ്ഞു വിടണം. നമ്മുടെ വണ്ടി സ്പീഡ് പോവാ റിവേഴ്സ് റിവേഴ്സ് പോണില്ല ഗൈസ്. ഇപ്പൊ എടാ നീ നോക്ക് ചവിട്ടി പിടി നെക്കി ഗൈസ്. അപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ ചെയ്യാനല്ലെങ്കിൽ അല്ലെങ്കിൽ ഗൈസ് ഞങ്ങൾ റിപ്പയർ കിറ്റ് നിക്ക് വണ്ടി അതിന്റെ ബാക്കാട്ട് പോകണ്ട്. ഇത്തിരി ബാക്കാട്ട് പോകുന്നുണ്ട്. നോക്കാം ഗൈസ്. ഫ്രണ്ടിലാട്ട് ഫ്രണ്ടിലാട്ട് പോയാൽ നീങ്ങോണ്ട് ഇപ്പൊ നീങ്ങി. പക്ഷെ കുടുങ്ങിപ്പോയി. അത് തന്നെ ഇച്ചിരി സിയാനെ അടിയിലുള്ള കല്ലൊക്കെ പറക്കിയിട്ടാ ഗ്രിപ്പ് കിട്ടു. ഞാൻ വണ്ടിന്ന് ഇറങ്ങുമെന്ന്. വണ്ടിന്ന് ഇറങ്ങാൻ ടുണ്ടുണ്ടു അവന്റെ ഗൈസ്. അങ്ങനെ വണ്ടി ഇവിടെ നമ്മളെ കുടുങ്ങിയിട്ടുണ്ട്. ഇച്ചിരി സീനായി. മര്യാദക്ക് റിവേഴ്സ് എടുത്ത് വന്നാൽ മതിയായിരുന്നു ഗൈസ്. എനിക്ക് അപ്പൊ തോന്നിയില്ല. പൊട്ട പുരിക്കിനാ എടുത്ത് വെച്ചിങ്ങാട്ട് ഫ്രണ്ടായിട്ട് പോകണ്ടേ വണ്ടി. ഇതേ കണ്ട ഗൈസ്. ഫ്രണ്ടായിട്ട് പോലെ ബാക്കായിട്ട് പോകാത്തൊരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് തന്നെ ഗൈസ്. എന്തായാലും ഇത്ര സ്ഥിതിക്കില്ലേ ചെയ്യാനേ ഗൈസ്. എന്തായാലും ഇന്നത്തെ വെറുതെ അല്ല വണ്ടി പോവാനെ. ഇതേ ഇവിടെ അടി തട്ടി കുടുങ്ങിക്കാണ് ഗൈസ്. ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഗൈസ് എന്നാ പിന്നെ ചെയ്യാൻ എന്തായാലും ഇറങ്ങുക. ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. ഞാൻ നാട്ടു സമയം കൊണ്ട് ടിപ്പറിനെ വിളിക്കുക ഗൈസ്. അപ്പൊ സിയാൻ ടിപ്പറിനെ വിളിച്ചിട്ട് നമുക്ക് വണ്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പോവാം. അത് കഴിഞ്ഞ് നടക്കുള്ളൂ ഗൈസ്. എന്നെ വിളിക്കട്ടാ. അപ്പോഴേക്കും അവിടെ ചായ കുടിച്ചിട്ട് വരാം. നീ കുറച്ച് വണ്ടി തള്ളാൻ പാട്. എന്നാലും തള്ളങ്ങട്ട് അപ്പിട്ട് അയ്യോ ഗൈസ്. അപ്പൊ പിന്നെയും പണി വാളിയിട്ടുണ്ട്. സിയാനെ വണ്ടി പൊക്കടാങ്ങാട്ട് കൊക്കരടാണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലേ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പൊ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പാളിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മരത്തടിയാണ് ഗൈസ്. പിന്നെ പിക്കപ്പ് കാരനാണെങ്കിൽ പകുതിക്ക് ആ വെള്ളത്തിൽ വെച്ച് അയാളുടെ വണ്ടി ഓഫായി പോയി. പിന്നെ സിയാനെ കൊണ്ട് ഞങ്ങോട്ട് തള്ളിപ്പിച്ചു അങ്ങോട്ട് കുറേ. അങ്ങനെ സിയാൻ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ബാക്കി ഇനി സീനില്ല. വേറെ പിക്കപ്പിനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഗൈസ് പിന്നെ സിയാനെ ബാ ഇച്ചിരി വെള്ളം കുടിച്ച് വേണമെങ്കിൽ വണ്ടിക്കകത്ത് അത് ഓടി. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. 1 സബ് നമുക്ക് 100 അടിക്കാൻ. അത് നമ്മൾ ഫേസ് ക്യാമറ ഇട്ട് കളിക്കോളൂ. പിന്നെ അടിക്ക് ഞാൻ ഇൻട്രോ കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇൻട്രോ വൈൻഡപ്പ് അടിക്കട്ടെ. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.